ഹലോ ഗൈസ്, സ്നേഹക്കൂട്ട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ വിശ്വജിത്തും നമ്മുടെ പല്ലവിയുടെ അനിയത്തിയും കൂടി രണ്ടും കൽപ്പിച്ച് പോയി വിവാഹം രജിസ്റ്റർ ചെയ്യുവാണ്. നമ്മുടെ പല്ലവിയുടെ അനിയത്തി വീട്ടിൽ നിന്നും പാതിരാത്രി ആരും കാണാതെ വാതിലൊക്കെ തുറന്നുപോയി രഹസ്യമായിട്ട് പോയതായിട്ട് നമ്മുടെ വിശ്വജിത്തിന്റെ അടുത്തേക്ക്. പിന്നീട് നമ്മുടെ വിശ്വജിത്തും നമ്മുടെ പല്ലവിയുടെ അനിയത്തിയും കൂടി ആ ഒരു വിവാഹം നടത്തുന്നുണ്ട്. രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം നടത്തുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഇന്ദ്രൻ എന്തിനോ വേണ്ടി ആ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ നോട്ടീസിൽ ഇവരുടെ രണ്ടുപേരുടെ ഫോട്ടോ ഇട്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഇന്ദ്രജിത്ത് അറിയുന്നത് നമ്മുടെ വിശ്വജിത്തിന്റെയും നമ്മുടെ പല്ലവിയുടെ അനിയത്തിയുടെയും കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പൊ ഇവിടെ കല്യാണം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇവർ പല്ലവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെയാണെങ്കിൽ അമ്മ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, നീ പടി കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടവും അമ്മ ലാസ്റ്റ് എന്തോ വിറവൽ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പല്ലവിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. വീട്ടുകാരുടെ അവസ്ഥ ആകപ്പാടെ താളം തെറ്റിപ്പോയി. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇന്ദ്രജിത്ത് നമ്മുടെ വിശ്വജിത്തിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര സന്തോഷവും ആഘോഷവും ഇവരെ നിലവിളക്കെടുത്ത് സ്വീകരിക്കലൊക്കെയാണ്. പിന്നീടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവരുടെ ഈ വിവാഹം നമ്മുടെ പല്ലവിയുടെയും സേതുവിന്റെയും വിവാഹത്തിന് ഒരു തടസ്സമാകുന്നു എന്നുള്ളൊരു കാര്യം. അത് എന്തായിരിക്കും, എങ്ങനെയാകും അതിന് കാരണമാകുന്നത്? അപ്പൊ നമ്മുടെ പല്ലവിയും നമ്മുടെ സേതുവും ആകെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രജിത്തിന്റെ വക്കീലായിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അവരുടെ കല്യാണം ഒരിക്കലും നടക്കില്ലല്ലോ ഇനി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തായാലും സ്വന്തം അനിയത്തിയുടെ കല്യാണം മൂലം തന്റെ ഒരു കല്യാണമായിരിക്കുമോ മുടങ്ങുന്നത്? നമ്മുടെ സേതുവിന്റെയും പല്ലവിയുടെയും ആ ഒരു സ്വപ്നം വീണ്ടും നീണ്ടു നീണ്ടു പോകുമോ പ്രേക്ഷകരെ? അല്ല, എന്തായാലും കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.